എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്മോൾ ടോക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കുറിച്ചാണ്. ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയുണ്ട്, സുഖമല്ലേ, എന്താ രാവിലെ എന്താ കഴിച്ചത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറില്ലേ? പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല, അറിയണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ ഒരാളെ കണ്ടു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് പല ചോദ്യങ്ങളും ചോദിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നമ്മൾ സമയം കളയാറുണ്ട് അല്ലേ? പക്ഷേ ചില ആളുകൾക്കിത് ഇഷ്ടമല്ല. അവർ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, ഇവർ ആൻറ്റി സോഷ്യലാണ്, ഇൻട്രോവേർട്ടാണ്, അവർക്ക് ആളുകളായിട്ട് ഇടപഴകുന്നത് ഇഷ്ടമല്ല, അവർ ഭയങ്കര ഷൈ ആണ്, മറ്റുള്ളവരുമായിട്ട് പെരുമാറാൻ അറിയില്ല എന്നുള്ള രീതിയിലാണ് പൊതുവെ സമൂഹം ഇവരെ കാണുക. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. അതിൻ്റെ റീസണെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ദേ പ്രിഫർ മീനിങ് ഫുൾ കോൺവെർസേഷൻസ്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ അർത്ഥം ഉണ്ടായിരിക്കണം, എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടായിരിക്കണം. ഒരാളോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനും എന്തെങ്കിലുമൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടി ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കാൻ, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ താല്പര്യപ്പെടുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് കരുതി പറയാനായിട്ട് അവർ ശ്രമിക്കില്ല. പല ആളുകളോടും മിണ്ടാതിരിക്കുന്ന ഇവർ തൻ്റെ അതേ വൈബുള്ള ആളുകളോട് വളരെയധികം സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം അവർക്ക് കൂടി ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കുക. തനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, തൻ്റെ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, മറ്റുള്ളവരുടെ ഐഡിയയെക്കുറിച്ച്, അവരുടെ ഗോളിനെ കുറിച്ചൊക്കെ അറിയാൻ, അങ്ങനെയുള്ള മീനിങ് ഫുള്ളായ കാര്യങ്ങളുണ്ടായിരിക്കില്ലേ? അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന്, മുന്നോട്ടുള്ള ജീവിതത്തിന് സഹായകരമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ആയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമേ അവർ തയ്യാറാവുകയുള്ളൂ. സ്ക്രിപ്റ്റഡായ സംസാരം അവർക്കൊരിക്കലും ഇഷ്ടമുണ്ടായിരിക്കില്ല. അവരിങ്ങനെയാണ് ചിന്തിക്കുക, ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ, കോമൺ ആയിട്ടുള്ള ഒരു വിഷയം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സംസാരിക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുക. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്നൊക്കെ കരുതിയിട്ട്, എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ എന്ന് കരുതിയിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് സമയം കളയാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സംസാരത്തിനൊന്നും ഇവർ തയ്യാറാകുകയില്ല. ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ എന്തിനു പറയണം എന്നാണ് അവർ ചിന്തിക്കുക. അവർ സൈലൻസിലായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുക. ചില ആളുകൾ കണ്ടിട്ടില്ലേ, രണ്ടുപേർ തമ്മിൽ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ ആകെ അവർ റെസ്റ്റ്ലെസ് ആയിരിക്കും, ആകെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എങ്ങനെയെങ്കിലുമൊക്കെ ആ സൈലൻസ് ഫില്ല് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ട് പുറപ്പെടും. ഒരിക്കലും അവർ സൈലൻസിൽ കംഫർട്ടബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷേ ഇവർക്ക് ഒരിക്കലും സൈലൻസ് ഓക്വേർഡായി തോന്നില്ല. ഇവരെപ്പോഴും ആലോചിച്ച് സംസാരിക്കുന്നവരായിരിക്കും. ഇങ്ങനെ മനസ്സിൽ വരുന്നത് അങ്ങനെ പെട്ടെന്ന് അങ്ങ് പറയുക, അങ്ങനെയുള്ള എടുത്തു ചാടി എന്തെങ്കിലും പറയുന്ന ആളുകളായിരിക്കില്ല. എപ്പോഴും എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അതിൻ്റെ വരുംവരായികളെ കുറിച്ചൊക്കെ വളരെയധികം ചിന്തിച്ച്, ഇത് പറയണോ വേണ്ടയോ എന്നൊക്കെ ഒരുപാട് തവണ ആലോചിച്ച് അതിനൊക്കെ ശേഷം മാത്രം സംസാരിക്കുന്ന ആളുകളായിരിക്കും ഇവർ. തൻ്റെ ഓരോ അഭിപ്രായത്തിനും ഓരോ വാക്കിനുമൊക്കെ വളരെയധികം വില കൊടുക്കുന്ന ആളുകളായിരിക്കും. എപ്പോഴും അത്യാവശ്യമുള്ള കാര്യങ്ങൾ അതും വളരെ ഷോർട്ടറായിട്ട് പറയാനായിരിക്കും ഇവർ ശ്രമിക്കുക. പിന്നെയുള്ളതാണ് ദ വാല്യൂ ഓതൻറ്റിസിറ്റി. ഒരിക്കലും എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് കരുതിയിട്ട്, മറ്റുള്ളവർക്ക് വിഷമമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണിക്കുകയും എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അഭിനയിക്കാൻ, പ്രിറ്റൻഡ് ചെയ്യാൻ ഇവർ ശ്രമിക്കില്ല. ശരിക്കും അവർക്ക് ഇൻട്രസ്റ്റഡ് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ മാത്രമേ അവരതിനായിട്ട് കൂടുതൽ ആ കോൺവെർസേഷനിൽ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുകയുള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്ക് എന്നും തോന്നണ്ടല്ലോ എന്ന് കരുതിയിട്ട് തനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് അങ്ങനെ അവർ ശ്രമിക്കില്ല. സോഷ്യൽ പെർഫോമൻസിന് ഇവർ തയ്യാറാവുകയില്ല. ജെനുവിനായ കണക്ഷൻസ്, ജെനുവിനായ കോൺവെർസേഷൻസ്, അതിനായിരിക്കും ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. സർഫസ് ലെവലിലുള്ള കോൺവെർസേഷനേക്കാൾ ഡെപ്തുള്ള കോൺവെർസേഷൻ ആയിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കുക. ചുമ്മാ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് അവരുടെ എനർജി കളയാൻ അവർ തയ്യാറാവുകയില്ല. എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം, തനിക്ക് ജെനുവിൻലി താൻ ആ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം എന്നൊക്കെയുള്ള ചിന്ത ഇവർക്ക് ഉണ്ടായിരിക്കും.